السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن. വേദിയിലെ സമസ്തകല ജമിയത്തുൽ ഉലമായുടെ സമാദരണീയരായ പണ്ഡിത മഹത്തുക്കളെ, നേതാക്കളെ, പ്രൗഢമായ ഈ സദസ്സിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, സമസ്തകല ജമിയത്തുൽ ഉലമായുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പഠന ക്യാമ്പിലെ ആദർശ സെഷനിലാണ് നമ്മൾ സംഗമിച്ചത്. ഇവിടെ പരിമിതമായ സമയത്തിനുള്ളിൽ അവതരിപ്പിക്കാനുള്ള വിഷയം നമുക്ക് ചോദിക്കാം എന്നാണ്. ആരോട് ചോദിക്കാം? ഇത് ഹിസാബല്ല, ഹിസാബുൻ നഫ്സല്ല, സ്വന്തത്തോടുള്ള വിചാരണയെക്കുറിച്ചല്ല ഈ പറയുന്നത്. നമുക്ക് ചില ആളുകളോട് ചിലതൊക്കെ ചോദിക്കാനുണ്ട്. പൊതുവെ ഒരു താവഴി ചില ആളുകൾ വളർത്തിയെടുത്തിട്ടുണ്ട്. എന്താണത്? അവര് മുങ്കർ നക്കീറും നമ്മൾ മയ്യത്തും. ആ ഒരു അവസ്ഥ മാറിയിട്ട് നമ്മളൊന്ന് മുങ്കർ നക്കീർ ആവാൻ ഒന്ന് നോക്കുക. നമ്മളൊന്ന് മുങ്കർ നക്കീറും അവരൊന്ന് മയ്യത്തുമായി കഴിഞ്ഞാൽ മിണ്ടാൻ കഴിയൂല അവർക്ക്. അങ്ങനെയുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഖുർആൻ അതിലേക്ക് നമ്മളെ വിരൽ ചൂണ്ടിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിൽ പറഞ്ഞു, ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. ദഅവത്ത് ചെയ്യണം. ദഅവത്തിന് ഒരുപാട് മാർഗങ്ങളുണ്ട് എന്ന് നമ്മൾ നേരത്തെ കേട്ടല്ലോ. ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. ഹിക്മത്ത് കൊണ്ടും സദുപദേശം കൊണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് ചെയ്യണം. ദഅവത്ത് മാത്രമല്ല നമ്മുടെ പണി. ദഅവത്തിന്റെ കൂടെ തന്നെ സംവാദാധിഷ്ഠിതമായ ഇടപെടലുകളും ആവശ്യം ആണ്. അതൊരു പക്ഷേ ദഅവത്ത് ആയിക്കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ ദഅവത്തിന്റെ പ്രതിഫലനവും ദഅവത്തിന്റെ ഉപകാരവും അതുകൊണ്ട് ലഭിച്ചുകൊള്ളണം എന്നില്ല. ദഅവത്തും മുജാദലയും രണ്ടും രണ്ടായിട്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ഏറ്റവും മനോഹരമായ മാർഗത്തിലൂടെ സംവദിക്കണം. സംവാദം എന്നൊരു പരിപാടി ഉണ്ട്. അതൊരു പക്ഷേ ദഅവത്ത് ആയിക്കൊള്ളണമെന്നില്ല. ഒരുപക്ഷേ ഇനി ദഅവത്താണെങ്കിൽ തന്നെ ദഅവത്തിന്റെ ഉപകാരം അതിൽ ലഭിച്ചുകൊള്ളണം എന്നുമില്ല. ദഅവത്തൊന്നു വേറെ, സംവാദം വേറെ. അങ്ങനെയല്ലേ ആയത്തർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്? അൽ വാവുലിൽ മുഗായറത്തി എന്നല്ലേ? വാവ് കൊണ്ട് അത്ഫ് ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അത് രണ്ടും രണ്ടാണ് തന്നെയാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെ ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് ചോദിച്ച ചില ചോദ്യങ്ങളില്ലേ? സകല പ്രവാചകന്മാരുടെയും അവരുടെ ഇടപെടലുകളിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചോദ്യം, അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അനേകായിരമായ ഛിന്ന ഭിന്നമായ റബ്ബുമാരാണോ വേണ്ടത്, അതോ ഖഹാറായ ഏകനായ ഏകാധിപതിയായ റബ്ബാണോ നമുക്ക് വേണ്ടത് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ആ ചോദ്യത്തിന്റെ മുമ്പിൽ പതറിപ്പോയ എതിർപക്ഷത്തിന് മറുപടിയില്ലാത്ത വിധം ഇസ്ലാമിന്റെ അജയ്യത എടുത്തു കാണിക്കാനും ഇതര പ്രസ്ഥാനങ്ങളുടെ അവരുടെ അപജയം വരച്ചു കാണിക്കാനും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. നമ്മോട് ഇങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുമ്പോ ഒരു 2 ചോദ്യം അങ്ങോട്ട് തിരിച്ചു ചോദിക്കുക. ചോദ്യത്തിന് ഇങ്ങോട്ട് ചോദ്യം വരുമ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇസ്തിഗാസക്ക് ഖുർആനിൽ തെളിവുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ മരിച്ചുപോയ പ്രവാചകനോട് അല്ലെങ്കിൽ മരിച്ചുപോയ ആൾക്കാരോട് ആരെങ്കിലും സഹായം ചോദിച്ചിട്ടുണ്ടോ, സഹാബിമാർ ചെയ്തിട്ടുണ്ടോ,
അല്ലെങ്കിൽ ഇബ്രാഹിം നബി ചെയ്തിട്ടുണ്ടോ? ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഇങ്ങനെയല്ലേ? ഈസാ നബിയുടെ പ്രാർത്ഥന അങ്ങനെയല്ലേ? ഇദ്രീസ് നബിയുടേത് ഇങ്ങനെയല്ലേ? നൂഹ് നബിയുടേത് അങ്ങനെയല്ലേ? എന്ന് ഇങ്ങോട്ടിങ്ങനെ ചോദിക്കുമ്പോ നമ്മൾ തിരിച്ച് അങ്ങോട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ പിന്നെ ചോദിച്ചവൻ ഓടിയ വഴിയിൽ പുല്ല് മുളയ്ക്കില്ല. ആ രൂപത്തിലുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം റബീഉൽ അവ്വൽ സീസണിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി പോകുമ്പോൾ പ്രസംഗത്തിനിടയിൽ ഒരു മുജാഹിദിന്റെ പ്രവർത്തകൻ എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? നിങ്ങൾ സുന്നികൾ പള്ളികളിൽ 2 ബാങ്ക് കൊടുക്കുന്നവരല്ലേ ജുമുഅക്ക്? അതെ, ഞങ്ങൾ 2 ബാങ്ക് കൊടുക്കുന്നവർ തന്നെയാണ്. എന്നാൽ ശാഫി ഇമാം പറഞ്ഞത് എന്താണ്? പള്ളികളിൽ 1 ബാങ്ക് കൊടുക്കൽ, അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. കാരണം അത് നബിയുടെ കാലത്ത് അങ്ങനെയായിരുന്നല്ലോ. അപ്പൊ നബിയുടെ കാലത്തുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പൊ ശാഫി ഇമാമിന് പ്രിയപ്പെട്ടത് ഒറ്റ ബാങ്കല്ലേ? പിന്നെന്തിനാ നിങ്ങൾ 2 ബാങ്ക് കൊടുക്കുന്നത് എന്നാ ചോദ്യം. സംഗതി ശരിയാണ്. ഷാഫി ഇമാം കിതാബിൽ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്, നബിയുടെ കാലത്തുള്ള ഒറ്റ ബാങ്ക് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് നമ്മളോട് ചോദിച്ചു വന്നതാ. അപ്പൊ ആ ചോദ്യത്തിന് എന്താ മറുപടി കൊടുക്കുക? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ശരി, ഞാനും എനിക്കും അതന്നെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. ഷാഫി ഇമാമിന്റെ അഭിപ്രായം തന്നെയാണ് എനിക്കും ഇഷ്ടം. കാരണം റസൂലുള്ളാഹിന്റെ കാലത്ത് രാവിലെ സുബ്ഹി നിസ്കരിക്കുമ്പോ തന്നെ അല്ലെങ്കിൽ 8 മണിയാകുമ്പോ തന്നെ പള്ളി ഫുള്ളാണ്. പിന്നെ ജുമഅക്ക് ബാങ്ക് കൊടുത്താലും ഇല്ലെങ്കിലും രാവിലെ തന്നെ പള്ളി ജുമഅക്ക് വന്നവരെ കൊണ്ട് നിറഞ്ഞു. ഇനി ഇവിടെ ജുമഅയുടെ സമയമായി എന്നറിയിക്കാനുള്ള ഒരു ബാങ്കും അതിനു പുറമെ ഖുതുബയുടെ സമയമായി എന്നറിയിക്കാനുമുള്ള ഒരു ബാങ്കും, ഇങ്ങനെ 2 ബാങ്കിന്റെ ആവശ്യം ഇല്ലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്നോട് ചോദ്യം ചോദിച്ച ആളോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ രാവിലെ 8 മണിക്ക് തന്നെ നിങ്ങളുടെ നാട്ടിൽ ജുമഅ നിർബന്ധമായ മുഴുവൻ ആളുകളും ജുമഅക്ക് വരാൻ തയ്യാറുണ്ടോ? എന്നാൽ നിങ്ങൾ ഒറ്റ ബാങ്ക് കൊടുത്താൽ മതി, അതന്നെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. അതാണ് കേട്ടേക്കിന് പിന്നെ ആ കുട്ടിക്ക് പിന്നെ ഒന്നും ചോദിക്കാനില്ല. അയാൾ പിന്നെ എങ്ങട്ടാ പോയതെന്ന് പിന്നെ നോക്കിയിട്ട് കണ്ടില്ല. അതാ തിരിച്ചുള്ള ചില ചോദ്യങ്ങൾ കൊണ്ട് നമുക്ക് ചിലത് നേടാറുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ജിന്നി വിവാദം ഉണ്ടായല്ലോ, ജിന്നി വിവാദം. ജിന്നിനോട് പ്രാർത്ഥിച്ച ശിർക്കാണോ? അല്ല എന്നൊരു കൂട്ടരും ആണ് എന്ന് വേറൊരു കൂട്ടരും തമ്മിൽ ഭയങ്കരമായ കേരളത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്ന സന്ദർഭത്തിൽ ഒരു ചെറിയൊരു ചോദ്യം നമ്മളെ ഭാഗത്തുനിന്ന് അവരിലേക്ക് ചെന്നു. അത് ഓൺലൈനിലൂടെയാണ് ചെന്നത്. എന്താണ് ചെന്നതെന്നറിയോ? നിങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾ പറയുന്നത് മരിച്ചവരെ വിളിച്ചാ കേൾക്കൂല, കേട്ടാ തന്നെ ഉത്തരം ചെയ്യൂല എന്നൊക്കെയല്ലേ? അതിന് നിങ്ങൾ ഓതുന്ന ആയത്തേതാണ്? സൂറത്ത് ഫാത്തിറിന്റെ 14-ാമത്തെ ആയത്തല്ലേ? നിങ്ങൾ അവരെ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിളി അവർ കേൾക്കൂല, കേട്ടാ തന്നെ ഉത്തരം ചെയ്യുകയും ഇല്ല എന്ന സൂറത്ത് ഫാത്തിറിന്റെ 14-ാമത്തെ ആയത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞു. ആര് പറഞ്ഞു? ഇവിടുത്തെ വഹാബിയാളും മൗദൂദിയാളും തബ്ലീഗിന്റെ ആൾക്കാരൊക്കെ പറഞ്ഞു. എന്താ പറഞ്ഞത്? അപ്പോ അവർ കേൾക്കൂല, ഇസ്തിഗാസ ചെയ്താ കേൾക്കൂല, കേട്ടാ തന്നെ ഉത്തരം ചെയ്യൂല. ഇതിൽ മരിച്ചുപോയ മഹാന്മാരും പെട്ടു, മലക്കുകളും ഉൾപ്പെട്ടു, അതുപോലെ ജിന്നുകളും പെട്ടു എന്ന് ഖുർത്തുബിയിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർത്തുബിയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു എന്ന് തെളിയിക്കാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല. അപ്പൊ നമ്മളെ ഭാഗത്തുനിന്നൊരു ചോദ്യം ചെന്നു. ആ ചോദിച്ച ആളാരാന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഒരു ചോദ്യം ചെന്നു, അങ്ങനെയാണെങ്കിൽ മലക്കുകൾ വിളിച്ചാ കേൾക്കൂല എന്നല്ലേ നിങ്ങൾ പറയുന്നത്? എങ്കിൽ ഒരു ചോദ്യം. എന്താണ് ചോദ്യം? റഖീബ് അതീദ് അലൈഹിമസ്സലാം, ഏതൊരു മനുഷ്യന്റെയും ഇടതു വലതു ചുമലുകളിൽ നന്മ തിന്മകളെ രേഖപ്പെടുത്തുവാൻ വേണ്ടി അല്ലാഹുവിനാൽ നിയോഗിതരായ 2 മലക്കുകൾ, ആ 2 മലക്കുകളോട് അവരോട് എന്തെങ്കിലും സഹായമർത്ഥിച്ചാൽ ആ ശബ്ദം അവർ കേൾക്കുമോ ഇല്ലയോ? കേൾക്കും എന്ന് പറഞ്ഞാൽ കുടുങ്ങി. കാരണം സൂറത്ത് ഫാത്തിഹ 14 പൊട്ടും. കേൾക്കൂല എന്ന് പറഞ്ഞാലോ? എന്നാലും കുടുങ്ങും. കാരണം ഖുർആൻ വേറെ സ്ഥലത്ത് എന്താ പറഞ്ഞത്? മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, മനുഷ്യൻ എന്തു മൊഴിഞ്ഞാലും എന്ന ഖുർആന്റെ വചനം പൊളിയും. അവരുടെ അടുക്കൽ പൊളിയുന്നാട്ടോ, നമ്മുടെ അടുക്കൽ പൊളിയുന്നതല്ല. അപ്പൊ ഈ ചോദ്യത്തിന്റെ മുമ്പിൽ അവർ മുട്ടിപ്പോയി. ഇന്നും ആ ചോദ്യം അവരുടെ തലച്ചോറുകളാകെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. എന്നിട്ടിപ്പോ അവരിൽ ഏറ്റവും ഒടുവിലായിട്ട് ജിന്ന് വിഭാഗം നേതാവ് സാക്ഷാൽ ഫൈസൽ മൗലവി എടത്തനാട്ടുകരയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അത് സംഗതി എങ്ങനെയെന്ന് വെച്ചാല്,
പ്രാർത്ഥിച്ചാൽ കേൾക്കൂല, സഹായം ചോദിച്ചാൽ കേൾക്കും. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഒച്ച അത് കേൾക്കാൻ മലക്കുകളെ ചെവി അങ്ങോട്ട് അടഞ്ഞു പോകും. അതേസമയത്ത് ഒരാള് റക്കീബെ അസീദെ ഒന്ന് സഹായിക്കണേ എന്നൊന്ന് പറഞ്ഞാൽ ആ ശബ്ദം അത് കേൾക്കാൻ വേണ്ടി അവരുടെ ശബ്ദം, അവരുടെ ചെവി തുറയുകയും ചെയ്യും. നൗദുബില്ല. എന്താണ് ഈ പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? അപ്പൊ ഈ ചോദ്യം അവർ അങ്കലാപ്പിലാക്കി. ഈ ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയുമെന്നറിയാതെ ഇന്ന് അവർ വഹാബികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചോദ്യങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് നമ്മൾ അങ്ങോട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പൊ നമ്മൾക്കെതിരിൽ ശിർക്ക് ആരോപിക്കുകയാണല്ലോ അവരുടെ പ്രധാന തൊഴിൽ തന്നെ. സമസ്ത ജമിയത്തുൽ ഉലമായുടെ ഉലമാക്കൾ, മഹാന്മാരായ സയ്യിദന്മാർ, പാരമ്പര്യ മുസ്ലിമീങ്ങൾ, ഇവരൊക്കെ മുശ്രിക്കീങ്ങളാണ് എന്നല്ലേ ഇവർ പറയുന്നത്? നമുക്കൊരു ചോദ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രഖ്യാപിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ മുസ്ലിമാണോ കാഫിറാണോ? പറയണം മൗലവി. മൈക്കെടുത്തിട്ട് ചോദിക്കുമ്പോ വിറക്കാനൊന്നും പാടില്ലട്ടോ. വിറക്കാതെ തന്നെ ആർജവത്വത്തോടുകൂടി ചോദിക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മുസ്ലിമാണോ കാഫിറാണോ? അയാൾ മുസ്ലിമാണോ? ആണ് എന്നാണ് മറുപടിയെങ്കിൽ ഒരാൾ മുസ്ലിമായിരിക്കെ അതേ സമയം തന്നെ അയാൾ മുശ്രിക്കാകുമോ? അടുത്ത ചോദ്യം. മുസ്ലിമായിരിക്കെ മുശ്രിക്കാകുമോ? മുസ്ലിം അല്ലാത്ത മുശ്രിക്കിനെ പറ്റിയല്ല, മുസ്ലിമായിരിക്കെ മുശ്രിക്കാകുമോ ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തിനൊന്നും വ്യക്തമായ അല്ലെങ്കിൽ വ്യക്തമല്ലാത്ത ഒരു നിലക്കുമുള്ള മറുപടി പറയാൻ ഇവർക്ക് സാധിക്കൂല. വഹാബിക്ക് കഴിയില്ല, മൗദൂദിക്ക് കഴിയില്ല, തബ്ലീഗിന് കഴിയില്ല. ഇനി അല്ല എന്നാണ് അവൻ പറയുന്ന മറുപടി എങ്കിൽ അപ്പൊ നമുക്ക് ലളിതമായ ഏതൊരു സാധാരണക്കാരനും ഏതൊരു മൗലവിയെയും അവനെ വിറപ്പിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ട്. ഏതാണ് ആ ചോദ്യം? അങ്ങനെയെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിം, ഒരു സുന്നി, അവൻ മങ്കൂസ് മൗലിദ് ഓതിയതിന്റെ പേരിൽ, ഖുതുബിയത്ത് നിർവഹിച്ചതിന്റെ പേരിൽ അവൻ കാഫിറാണെന്നാണ് നിന്റെ വിശ്വാസമെങ്കിൽ അടുത്ത ചോദ്യങ്ങളേറ്റ് ചെല്ല. കാഫിറായ മനുഷ്യന് സലാം ചെല്ലാൻ പറ്റുമോ? ചോദ്യം. സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? ചോദ്യം. ഉദഹിയത്ത് മാംസം കൊടുക്കാമോ? ചോദ്യം. അയാൾ മരിച്ചാൽ മകനായ മുജാഹിദിന് ആ പിതാവിന്റെ അനന്തരാവകാശമുണ്ടോ? അയാളുമായി വിവാഹബന്ധം നടത്താമോ? സുന്നിയായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ പറ്റുമോ? സുന്നി രക്ഷിതാവ് നിക്കാഹിന് നേതൃത്വം കൊടുക്കുന്ന ഒരു നിക്കാഹ് സ്വഹീഹാകുമോ? പണ്ടൊരു മൗലവിയോട് അങ്ങനെ നമ്മൾ ചോദിച്ചു, സുന്നിയായ ഒരു രക്ഷിതാവ് തന്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്നത് സ്വഹീഹാകുമോ? നിങ്ങൾ ആ പെണ്ണിനെ വിവാഹം ചെയ്യുന്നത് സ്വഹീഹാകുമോ? അപ്പൊ അയാൾ പറഞ്ഞു, ഞങ്ങള് ആ പിതാവിനെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഖാദിയെ കൊണ്ട് നിക്കാഹ് നടത്തിച്ചെന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, അങ്ങനെ ഖാദി സുന്നിയാണെങ്കിലോ? പിന്നെ അയാൾ ആ വൈക്ക് പിന്നെ കണ്ടിട്ടില്ല. ചോദ്യങ്ങൾ നമ്മൾ ചോദ്യങ്ങളെ കൊണ്ട് നേരിടണം. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചോദിച്ചതുപോലെ, ഖുർആൻ ജിദാൽ നടത്താൻ ആവശ്യപ്പെട്ടതുപോലെ നല്ല നല്ല ചോദ്യങ്ങളെ കൊണ്ട് നമ്മൾ നേരിട്ടാൽ ഇവരൊന്നും പിന്നെ ഇങ്ങോട്ട് വരൂല. അല്ലെ? നേരത്തെ ബഹുമാനപ്പെട്ട ഗഫൂർ അൻവരി ഉസ്താദ് ധാരാളം കാര്യങ്ങൾ, ഒരുപാട് വിഷയത്തിന്റെ മർമ്മങ്ങളിലേക്ക് എങ്ങനെ നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിക്കണമെന്നതിന്റെ വ്യക്തമായ സൂചനകൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിച്ചു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇബാദത്ത് അവര് പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അല്ലെങ്കിൽ ശഫാഅത്ത് ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഹ്ലനാ ഇംദാഅ യാ സയ്യിദി ഖൈറൻ നബി, ഇതൊക്കെ റസൂലുള്ളാഹി ചെയ്യുന്ന ഇബാദത്താണെന്നാണ് ഇവർ പറയുന്നത്. അല്ലെങ്കിൽ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് നടത്തുന്ന ഇബാദത്താണ് ഖുതുബിയത്തിലുള്ള വിളി എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യങ്ങൾ ചെല്ലണം. നിങ്ങൾ പറഞ്ഞ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മറഞ്ഞ മാർഗത്തിൽ, ചിലപ്പോ പറയും അഭൗതിക രീതിയിൽ, ചിലപ്പോ പറയും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം, ഇങ്ങനെ പല വായിൽ കൊള്ളാത്ത കുറെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്
നിങ്ങൾ പറയുന്ന ഈ മറഞ്ഞ മാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കലും ദോഷം ഭയപ്പെടലുമാണ് ഇബാദത്ത് എന്ന ഒരു നിർവചനം, ആ ഒരു നിങ്ങളുടെ വിശദീകരണം ഖുർആന്റെ ഒരു ആയത്ത് കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? ഹദീസിന്റെ ഒരു തുണ്ടം കൊണ്ട് നിങ്ങൾക്കത് തെളിയിക്കാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരു പ്രവാചകന്റെ വാക്കുകളിൽ നിന്ന് ആ ഒരു നിർവചനം നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? പൂർവികരായ ഇമാമുമാരുടെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾക്ക് അത് ഉദ്ധരിക്കാൻ സാധിക്കുമോ? ഈ ചോദ്യവുമായിട്ട് നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, വളർന്നു വരുന്ന നമ്മുടെ ആദർശ രംഗത്ത് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ ചില ചോദ്യങ്ങളുമായിട്ട് അവരുടെ വേദികളിലേക്ക് കയറി ചെന്നപ്പോൾ മറുപടി പറയാനില്ലാതെ കുടങ്ങുന്ന രംഗം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ കാലയളവിൽ കേരളക്കരയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചോദ്യങ്ങളിലൂടെ നമുക്ക് ഇവരെ ചോദ്യങ്ങളിലൂടെ ഇരുത്താം. അതേപോലെ തന്നെ ഭൗതികമായാൽ ഇബാദത്തല്ല, അഭൗതിക മാർഗവുമാകുമ്പോഴാണ് ഇബാദത്ത്. ഇങ്ങനെ ഇബാദത്തിന് ഭൗതികം അഭൗതികം എന്നിങ്ങനെയുള്ള ഒരു വേർതിരിവ് ഏത് ആയത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ഹദീസിലാണുള്ളത്, അതല്ലെങ്കിൽ ഏത് ഇബാറത്തിലാണ്, ഏത് ഇമാമിന്റെ ഉദ്ധരണിയിലാണ്? നിങ്ങളെ ഇബ്നു തൈമിയ്യ എന്ന് പറയാൻ പറ്റൂല, റഷീദ് ഇരുന്നവരെ പറ്റൂല, അല്ലെങ്കിൽ നാസിറുദ്ദീൻ അൽബാനിയെ പറ്റില്ല, KM മൗലവിയെ ഇവിടെ പാടേ ഇല്ല. ഇമാമുമാരുടെ ഇബാറത്തുമായിട്ട് വാ. ഷാഫി ഇമാമിന്റെ ഇബാറത്തുണ്ടോ? അബൂ ഹനീഫ ഇമാമിന്റെ ഇബാറത്തുണ്ടോ? അല്ലെങ്കിൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാരുടെ വചനങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാമോ? ഉദ്ധരിക്കാൻ കഴിയോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, അതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ. ഇബാദത്ത് സമം പ്രാർത്ഥന, ഇവരുടെ വലിയൊരു ഫോർമുല പ്രാർത്ഥന. ഇപ്പോ നേരത്തെ നമ്മൾ ഒഫൂർ അൻവർ ഉസ്താദ് പറഞ്ഞല്ലോ, ഭൗതികം അഭൗതികം ദൃശ്യം അദൃശ്യം. ഇപ്പൊ അവരുടെ ആ വാക്കുകളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് അതൊക്കെ പറഞ്ഞ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂല. ഇവിടെ വളർന്നു വരുന്ന പുതിയ ജനറേഷൻ ഇക്കാര്യങ്ങളിൽ ഉത്ബുദ്ധരാണ് എന്ന് ബോധ്യമായപ്പോ അത്തരം വാക്കുകളുടെ സമുച്ചയങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഇപ്പൊ പ്രാർത്ഥന എന്നാ പറയുന്നത്. പ്രാർത്ഥന, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥന, അപ്പൊ മുഹീദ്ദീൻ ശൈഖിനോടുള്ള പ്രാർത്ഥന, ഇങ്ങനെ പ്രാർത്ഥന ഇങ്ങനെ കടന്ന് കളിക്കാണ്. അപ്പൊ ഇബാദത്ത് സമം പ്രാർത്ഥനയാണ് ഇബാദത്ത് എന്നിവർ പറയുമ്പോൾ നമ്മളെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ അത് മാത്രമാണ് ഇബാദത്തെങ്കിൽ, പ്രാർത്ഥന എന്നതാണ് ഇബാദത്തിന്റെ നിർവചനമെങ്കിൽ നമ്മുടെ ചോദ്യം എന്താണ്? നിസ്കാരം ഇബാദത്തല്ലേ? ചോദ്യം. നോമ്പ് ഇബാദത്തല്ലേ? ചോദിക്കണം. സകാത്ത് ഇബാദത്തല്ലേ? ഹജ്ജ് ഇബാദത്തല്ലേ? അതൊക്കെ പിന്നെ വെറുതെ ഇങ്ങനെ പൈസ ചെലവാക്കിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ അവിടെ പോയിട്ട് മക്കത്ത് പോയിട്ട് ചൂട് കൊണ്ടുകാണ്ട് ഇത് പോരാ? അല്ലല്ലോ. അതൊക്കെ ഇബാദത്തല്ലേ? ഇങ്ങനെ പ്രാർത്ഥന മാത്രമാണ് ഇബാദത്ത് എന്നും ഇബാദത്തിന്റെ നിർവചനം തന്നെ പ്രാർത്ഥനയാണ് എന്നും പറയുന്ന ആളുകളോട് നമ്മുടെ ഒരൊറ്റ ചോദ്യം, അങ്ങനെയാണെങ്കിൽ നിസ്കാരം പ്രാർത്ഥനയല്ലേ? നോമ്പ് പ്രാർത്ഥനയല്ലേ? ഹജ്ജ് പ്രാർത്ഥനയല്ലേ? എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ നിർവചനം? ഞങ്ങൾക്കത് എവിടുന്നും കിട്ടിയതല്ല എന്നപ്പോ അവർ പറയുന്നു. ഇപ്പോ ഒരു ജിന്നി വിവാദത്തിലുണ്ടായൊരു മുജാഹിദ് ഇറക്കിയൊരു പുസ്തകമുണ്ട്, ജിന്നി വിവാദം വസ്തുതയെന്ത്. ആ പുസ്തകം അതിന്റെ 32ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ഈ ഇബാദത്തിന്റെ മാനദണ്ഡമായിട്ട് നമ്മൾ മുജാഹിദുകള് അഫ്വാ മുജാഹിദീങ്ങളല്ല, കേരളത്തിലുള്ള വഹാബികളെ പറ്റി പറയുന്നത്, നമ്മൾ മുജാഹിദുകള് അഭൗതികമെന്നും അദൃശ്യമെന്നും കാര്യകാരണ ബന്ധത്തിനപ്പുറമെന്നും ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചത് ഖുർആനിലില്ല, ഹദീസിലില്ല, ഒരു പ്രമാണത്തിലും ഇല്ല. പിന്നെയോ അത് നമ്മൾ മുജാഹിദുകളായിട്ട് ആവിഷ്കരിച്ചെടുത്തതാണ് എന്ന് കൃത്യമായി അവർ സമ്മതിച്ചിരിക്കുന്നു. ഇവിടെ നമ്മളൊരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം എന്നറിയോ? നിങ്ങളിങ്ങനെ സ്വന്തമായി മതത്തിന്റെ പേരിൽ ആവിഷ്കരിച്ചത് കടുത്ത പുത്തൻവാദമല്ലേ? തെളിവില്ലാതെ ആവിഷ്കരിക്കുന്നതിനല്ലേ പുത്തൻവാദം എന്ന് പറയാം? ഖുർആനിന്റെ പിൻബലമില്ലാത്ത, ഹദീസിന്റെ പിൻബലമില്ലാത്ത, ഇജ്മാഇന്റെ പിൻബലമില്ലാത്ത, ഖിയാസിന്റെ പിൻബലമില്ലാത്ത ഈ വാദഗതി കടുത്ത പുത്തൻവാദമല്ലേ? നമ്മൾ ചോദിക്കണം. ആ ചോദ്യം അവരുടെ മനസ്സിൽ തട്ടണം. എന്തിനു വേണ്ടി? അവർ ചിന്തിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ ഇന്ന് അവർ എന്തിനേക്കാണ് ആളുകളെ കൊണ്ടുപോകുന്നത്? എവിടേക്കാണ് ജനങ്ങളെ കൊണ്ടുപോകുന്നത്? ഏത് വിവരമില്ലാത്ത പൊട്ടൻ
ആ പൊട്ടനും അവനും ഖുർആനും ഹദീസുമാണ്. ഖുർആനും ഹദീസും കണ്ട് ബോധ്യപ്പെട്ടെങ്കിലേ ഞാൻ അമല് ചെയ്യുള്ളൂ എന്നാണ് അവരുടെ വാദം. ഖുർആനും ഹദീസും കണ്ട് ബോധ്യപ്പെട്ടെങ്കിലേ അമല് ചെയ്യുകയുള്ളൂ. അവിടെ നമ്മുടെ ചോദ്യം എന്താണ്? ചോദിക്കണം, ഖുർആനും ഹദീസൊന്നും പഠിക്കാൻ ഭാഗ്യമില്ലാത്ത, അതിനൊന്നും അവസരം കിട്ടാത്തൊരു മനുഷ്യൻ, ആ മനുഷ്യൻ എങ്ങനെയാണ് നിസ്കരിക്കുക? കാരണം മറ്റുള്ളവർ നിസ്കരിക്കുന്നത് കണ്ട് നിസ്കരിച്ചാൽ അത് പാടില്ല എന്നല്ലേ? ഖുർആൻ തന്നെ കാണണം, സഹീഹായ ഹദീസ് തന്നെ വേണം എന്നല്ല അവരുടെ ചോദ്യം. എന്നാൽ നമ്മളെ തിരിച്ചുള്ള ചോദ്യം, ഈ ഖുർആനും സഹീഹായ ഹദീസൊന്നും കാണാൻ കഴിയാത്ത 10,000-കണക്കിന് മുജാഹിദീങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ജമാഅത്തേരുണ്ടല്ലോ, തബ്ലീഗുകാരുണ്ടല്ലോ, ഇവരൊക്കെ എങ്ങനെയാണ് നിസ്കരിക്കുക? നിങ്ങൾ എങ്ങനെയാണ് നോമ്പ് നോൽക്കുക? നിങ്ങളുടെ ഇബാദത്തുകൾ എങ്ങനെയാണ്? ഒരു ചോദ്യം. മറുപടി ഉണ്ടാവില്ല. അതേപോലെ തന്നെ അടുത്ത ചോദ്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അടുത്ത ചോദ്യം, ഒരു വളർന്നു വരുന്ന ഒരു കുട്ടി 7 വയസ്സായി, വകതിരിവായാൽ എന്ത് വേണം? നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 10 വയസ്സായാലോ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം. ആര്? മാതാപിതാക്കൾ. അപ്പൊ ഈ കുട്ടി പറയണം, എന്നെ അടിക്കണ്ട, എന്നെ ഉപദേശിക്കണ്ട, കാരണം ഞാൻ വഹാബിയുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ പറഞ്ഞെന്താ? മറ്റുള്ളവര് പറഞ്ഞത് കേട്ടുകാണ്ടൊന്നും അമല് ചെയ്യരുത്. ഷാഫി ഇമാം പറഞ്ഞ് കേട്ടുകാണ്ടോ അല്ലെങ്കിൽ മറ്റു ഇമാമിങ്ങൾ പറഞ്ഞ് കേട്ടുകാണ്ടൊന്നും അമല് ചെയ്യാൻ പാടില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഖുർആനും ഹദീസും നോക്കിയിട്ട് തെളിവുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നാണ്. അതുകൊണ്ട് ഞാനൊരു 10-20 കൊല്ലം ഖുർആനും ഹദീസൊക്കെ ഒന്ന് പഠിച്ചിട്ട് പിന്നെ ഞാൻ നിസ്കരിക്കാം എന്ന് ഒരു കുട്ടി ഈ മാതാപിതാക്കളോട് മറുപടി പറഞ്ഞാൽ നിങ്ങൾ എന്ത് അവനോട് പറയും? അടുത്ത ചോദ്യത എന്താണ്? നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മദ്ഹബ് വിരോധികളായ, മദ്ഹബിനെ നിഷേധിക്കുന്ന ശാഫിഈ മദ്ഹബിനെയും ഹനഫി മദ്ഹബിനെയും ഹംബലി മദ്ഹബിനെയും മാലിക്കി മദ്ഹബിനെയും ഈ 4 മദ്ഹബുകൾ പൂർവകാല ഇമാമിങ്ങളെല്ലാം അണിനിരന്ന ഈ 4 മദ്ഹബുകളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് തങ്ങൾ സ്വയം ഖുർആനും ഹദീസും മനസ്സിലാക്കിയല്ലാതെ ഞങ്ങൾ അമല് ചെയ്യുകയില്ലെന്ന് പറയുന്നവരോടുള്ള ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇതേ വാദം ഒരു വകതിരിവുള്ള കുട്ടി നിങ്ങളോട് പറഞ്ഞാൽ, നിങ്ങളുടെ മക്കൾ മാതാപിതാക്കളായ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? അവൻ ഖുർആനും ഹദീസും അപ്പൊ പഠിപ്പിച്ചു കൊടുത്താൽ മനസ്സിലാവുമോ? ഇല്ല. ഇനി പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് അത് തീർക്കാൻ കഴിയോ? ഇല്ല. പിന്നെ അവന് ബുദ്ധിയൊക്കെ ഉറച്ച് അതൊക്കെ പഠിച്ച് 10-20 വയസ്സാകുമ്പോഴത്തേക്ക് എത്ര കാലം കഴിയും? അങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ ഉണ്ടോ? ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതൊരു ചോദ്യമാണ്, അവരുടെ ചങ്കിൽ തറക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി ഉണ്ടാവൂല. ഇനിയുമുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഞാൻ ഏതാനും ചില ചോദ്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇപ്പോ ഇതിപ്പോ ജുമാദുൽ ഊലയാണ്. ജുമാദുൽ ഊലയിലാണല്ലോ നമ്മുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം മഹാന്മാരുടെ മാസമായ റബീഉൽ ആഖിർ മാസമായിരുന്നു. അതിനു മുമ്പുള്ള മാസം അല്ലാഹുവിന്റെ റസൂലിന്റെ മാസമായ റബീഉൽ അവ്വൽ മാസമായിരുന്നു. റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെ നാട്ടിലുടനീളം നബിദിനാഘോഷം ഇസ്ലാമികമോ എന്ന ചോദ്യത്തിൽ ഇവരിങ്ങട്ട് കേരളം മുഴുവൻ ഇറങ്ങിയിരിക്കുന്നു. അല്ലേ? കേരളം മുഴുവൻ ഇറങ്ങിയിരിക്കുന്നു. അവരുടെ വാദം എന്താണ്? നബിദിനാഘോഷത്തെക്കുറിച്ച് ഇന്നത്തെ മുജാഹിദുകളുടെ അടിസ്ഥാനവാദം എന്താണ്? നബിദിനാഘോഷം ശിർക്കാണ് എന്നാണ്. നബിദിനാഘോഷം തന്നെ ശിർക്കാണ് എന്നാണ്. ഉമർ മൗലവി എന്ന് പറയുന്ന കേരളത്തിലുള്ള മുജാഹിദ് വിഭാഗത്തിന്റെ ആചാര്യനും അപ്പോസ്തലനുമായിരുന്ന സാക്ഷാൽ ഉമർ മൗലവിയുടെ ഓർമ്മയുടെ തീരത്തെന്ന പുസ്തകത്തിന്റെ 57-ാമത്തെ പേജിലും അദ്ദേഹത്തിന്റെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്ന പുസ്തകത്തിന്റെ 10-ാമത്തെ പേജിലും അതുപോലെ തന്നെ 2008 മാർച്ച് ലക്കത്തിൽ ഇറങ്ങിയ അൽ ഇസ്ലാഹി എന്ന് പറയുന്ന മുജാഹിദ് വിഭാഗത്തിന്റെ മാസികയുടെ 34-ാമത്തെ പേജിലും എന്താ അവരെഴുതി വെച്ചത്? നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ചൊല്ലപ്പെടുന്ന മങ്കൂസ് മൗലുള്ള മൗലിദുകളിൽ ആ മൗലിദുകളൊന്നും തന്നെ അവിടെ ചൊല്ലപ്പെടുന്നില്ല എന്ന് വെച്ചാൽ തന്നെയും നബിദിനാഘോഷം ശിർക്കാണ്. പിന്നെ ശിർക്ക് മാത്രമല്ല, വിദഅത്തും കൂടിയാണ്. അപ്പൊ നമ്മളെ സ്റ്റേജിലേക്കൊരു ഒരു ഇഴജന്തു ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോ അതെന്താണ് ചോദിച്ചു.
അപ്പൊ ഞാൻ പറയാണ്, പേടിക്കാനൊന്നുമില്ല. അത് മൂർഖം പാമ്പ് മാത്രമല്ല, നമ്മൾ പേടിക്കണം. അത് മൂർഖം പാമ്പ് മാത്രമല്ല, അത് നീർക്കൂലിയും കൂടിയാണ് എന്ന് പറഞ്ഞാൽ ആ മറുപടിക്ക് എന്തുമാത്രം പൊട്ടത്തരാണത്. എന്നതുപോലെ ശിർക്ക് മാത്രമല്ല, വിദഅത്തും കൂടിയാണ് എന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? നബിദിനാഘോഷത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നുണ്ട്. റസൂലിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നത് ശിർക്കാണ് എന്നാണ് മുജാഹിദുകൾ. ഉമർ മൗലവി എഴുതി വെച്ചത് അതാണ്, മാസികകളിൽ എഴുതി വെച്ചത് അതാണ്. നബിയുടെ പൊരുത്തം ആഗ്രഹിക്കുന്നത് ശിർക്കാണോ? നമ്മുടെ ചോദ്യത. നബിയുടെ പൊരുത്തം ആഗ്രഹിക്കുന്നത് ശിർക്കാണോ? ആണ് എന്നവര് പറയുകയാണെങ്കിൽ അപ്പ സൂറത്ത് തൗബ മറിച്ചണം, ഖുർആൻ മറിച്ച. എന്നിട്ട് പറയുക, സൂറത്ത് തൗബയിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു, അല്ലാഹുവും അവന്റെ റസൂലും അഹഖു അൻ യുർദൂഹു, പൊരുത്തം സമ്പാദിക്കപ്പെടാൻ ഏറ്റവും അവകാശപ്പെട്ടവരാണ്. അപ്പൊ അല്ലാഹുവിന്റെ പൊരുത്തവും നമ്മൾ സമ്പാദിക്കണം, അവന്റെ റസൂലിന്റെ പൊരുത്തവും നമ്മൾ സമ്പാദിക്കണം എന്ന് സൂറത്ത് തൗബയുടെ 62-ാമത്തെ പേജിൽ പറഞ്ഞത് ശിർക്കാണോ? നമ്മളെ ചോദ്യം. മറുപടി ഉണ്ടാവില്ല. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, സഹീഹായ ഹദീസാണ്, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തതാണ്, ഇബ്നു ഹിബ്ബാനും ഇമാം ഹാക്കിമും സഹീഹാണെന്ന് പ്രഖ്യാപിച്ചതുമായ ഹദീസ്, റിവല്ലാഹി ഫീ റിവൽ വാലിദൈനി, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ പൊരുത്തം ലഭിക്കേണ്ടതാണ്. ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാതാപിതാക്കളുടെ പൊരുത്തവും അവരുടെ തൃപ്തിയും ആഗ്രഹിക്കണം. ആ ആഗ്രഹിക്കുന്നത് ശിർക്കാണോ? ആണെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ശിർക്കാണോ? ചോദ്യം. മറുപടി ഉണ്ടാവില്ല. അടുത്ത നമ്മുടെ ചോദ്യം എന്താണ്? മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ യമനിലേക്ക് ഗവർണറായിട്ട് അയച്ചപ്പോൾ, ഖാദിയായി നിയോഗിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് അവിടെ പോയിട്ട് ജഡ്ജ്മെന്റ് നടത്തുക? ഞാൻ ഖുർആൻ നോക്കിക്കൊണ്ട് വിധി നടത്തും. അതിലില്ലെങ്കിലോ നബിയെ അങ്ങയുടെ ഹദീസ് പരിഗണിച്ചുകൊണ്ട് ഞാൻ ജഡ്ജ്മെന്റ് വിധി പ്രസ്താവിക്കും. അതിലും നീ മതവിധി കണ്ടില്ലെങ്കിലോ അജ്തഹിദു ബിറഅയി വലാ ആലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളുടെ മതവിധി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ, ഫദറബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി ഫീ സദ്രി, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് എന്റെ നെഞ്ചത്ത് അടിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അടിവരട്ടുകൊണ്ട് മനസ്സിലാക്കണം. പൊരുത്തം തേടൽ ശിർക്ക എന്ന് പറയുന്ന സകല മുജാഹിദുകളുടെ മുമ്പിലും ഞങ്ങൾ ഇത് സമർപ്പിക്കുകയാണ്, ഞങ്ങൾ ഇത് ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിന് മറുപടി കിട്ടൂല. ഈ ചോദ്യവുമായിട്ട് നമ്മൾ സമീപിച്ചാൽ പിന്നെ അവർക്ക് ഒരു മറുപടിയും നമ്മുടെ മുമ്പിൽ പറയാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ വഫഖ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിമാ യുർദി റസൂലല്ലാഹ്. അല്ലാഹുവിനാകുന്ന സകല സ്തുതിയും എങ്ങനത്തെ അല്ലാഹുവാണ്? വഫഖ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതനായ മുആദ് എന്നവർക്ക് അവൻ തൗഫീഖ് കൊടുത്തിരിക്കുന്നു. എന്തിന് തൗഫീഖ് കൊടുത്തു? അടിവരട്ട് മനസ്സിലാക്കണം. ബിമാ യുർദി റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കുന്ന ഒരു വലിയ ദൗത്യത്തിലേക്ക് തൗഫീഖ് കൊടുത്ത അല്ലാഹുവിനെ ഞാനിതാ സ്തുതിക്കുന്നു. കണ്ടോ, റസൂലുള്ളാഹിന്റെ പൊരുത്തം സമ്പാദിക്കാൻ മുആദ് ബിൻ ജബലിന് തൗഫീഖ് കൊടുത്ത റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറയുന്നത്. ഞങ്ങളെ ചോദ്യം, സുന്നത്ത് ജമാഅത്തിന്റെ ചോദ്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആദർശബോധമുള്ള, ആദർശ വിദ്യാഭ്യാസമുള്ള പ്രവർത്തകന്മാരുടെ ചോദ്യം, നബി ഈ പറഞ്ഞത് ശിർക്കാണോ? മറുപടി ഉണ്ടാവില്ല. അപ്പൊ നബിയുടെ പൊരുത്തം ആഗ്രഹിക്കുന്നത് കൊണ്ട് നബിദിനാഘോഷം ശിർക്കാണ് എന്നാണ് ഇവർ പറയുന്നത്. എങ്കിൽ ഈ 3 ചോദ്യങ്ങൾ, ഇങ്ങോട്ടുള്ള ചോദ്യത്തിന് മറുപടി പറയാനല്ല നമ്മൾ നിൽക്കേണ്ടത്. നമ്മളിപ്പോ എന്തായാലും മറുപടി പറയാം.
പല ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു ചോദ്യം കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, വാട്സപ്പിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, അതിലൊന്ന് ഇടപെട്ടിട്ട് മറുപടി പറഞ്ഞു തരാൻ പറ്റുമോ, അതല്ലെങ്കിൽ അതിനെന്താ നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത് എന്നൊക്കെ നമ്മുടെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. അവരൊക്കെ ഏത് ചോദ്യം വരികയാണെങ്കിലും ആ ചോദ്യത്തിന് തിരിച്ചു ഒരു ഒന്നോ രണ്ടോ ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ മതി. ഇപ്പൊ നമ്മളെ കൊണ്ടോട്ടി മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയില് ഒരു പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സുഹൃത്ത് വന്ന് കാണി തത്സമയം ചോദിക്കുകയാണ്. എന്താ ചോദ്യം എന്നറിയോ? നിസ്കാരത്തിന് ശേഷം 5 വക്ത് നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് 63 വയസ്സ് വരെ ധാരാളം നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ കണക്കൊക്കെ അയാൾ ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, ഇത്ര അധികം നിസ്കാരം നിസ്കരിച്ച നബി ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം കൈകളിങ്ങനെ ഉയർത്തിയിട്ട് വലതുഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നിട്ട് ഉറക്കെ ദുആ ചെയ്യുകയും അപ്പൊ സഹാബിമാർ ആമീൻ എന്ന് പറയുകയും ചെയ്തതായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അങ്ങനെ ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ടാ തോന്നുന്നു അത് അതേമാതിരി ഇങ്ങനെ ഉരുളായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നാ. ഞാൻ തിരിച്ചു ചോദ്യം ചോദിച്ചു, അല്ല ഈ നിസ്കാരത്തിന് ശേഷം ദ്വാർക്കുമ്പോ കിബിലക്ക് മുന്നിട്ടിട്ടാണോ ഇരിക്കേണ്ടത് അതോ കിബിലക്ക് പിന്നിട്ടുകൊണ്ടാണോ ഇരിക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഈസി ആയിട്ട് പറഞ്ഞു, അത് ഉറപ്പന്നല്ലേ കിബിലക്ക് മുന്നിട്ടിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത് എന്നുള്ളത്. നിസ്കാരത്തിന് ശേഷം ദ്വാർക്കുമ്പോ കൈകളിങ്ങനെ ഉയർത്തിയിട്ട് ദ്വാ അവസാനിക്കുമ്പോ മുഖം ഇങ്ങനെ തടവണോ? അതൊക്കെ ചെയ്യണം. ഓക്കെ, അതൊക്കെ ശരിയാണ്, കൂട്ടുപ്രാർത്ഥനയിലെ പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാൽ 63 വയസ്സുവരെ ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ആ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞ അത്രയും എണ്ണം ഫർദ് നിസ്കരിച്ചല്ലോ, ആ നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിൽ നബി ദ്വാർന്നത് കിബിലക്ക് മുന്നിട്ടിട്ടാണ് ഒരു ഹദീസോട് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ നീ അമൽ ചെയ്യുന്നത്? പിന്നെ ആ ചോദ്യവുമായി വന്നവൻ പിന്നെ എവിടുക്കാ പോയതെന്ന് കണ്ടില്ല. ആ രൂപത്തിൽ തിരികെയുള്ള ചോദ്യങ്ങളെ കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരുപാട് ഇങ്ങോട്ടുള്ള ചോദ്യങ്ങൾക്ക് തിരികെ ചോദ്യം ചോദിക്കണം. അത് അവരുടെ ആശയ പാപ്പരത്വത്തെ തുറന്നു കാണിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ്. ഇനി മറ്റൊരു കാര്യം, റബീഉൽ അവ്വൽ ഈ സീസണിൽ ഈ വർഷവും കഴിഞ്ഞ വർഷവും 3-4 വർഷം തുടർച്ചയായി ഒരു നോട്ടീസ് നമ്മുടെ കേരളത്തിലുടനീളം മുജാഹിദുകൾ ഇറക്കിയിട്ടുണ്ട്. സമാനമായ നോട്ടീസുകൾ. ആ നോട്ടീസുകളൊക്കെ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. ആ നോട്ടീസുകളൊക്കെ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. ആ നോട്ടീസിലൊക്കെ ഇവർ പറയുന്ന വലിയൊരു വാദമുണ്ട്. കേട്ടാ തോന്നുമ്പോൾ വലിയ ആന പണ്ഡിതന്മാരാണെന്ന്. അവർ പണ്ഡിതരുമല്ല, ആന പണ്ഡിതരുമല്ല. അവരുടെ ചോദ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണോ? അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. അതുകൊണ്ട് 12-ന്റെ അന്ന് സന്തോഷിക്കുകയല്ല നമ്മൾ വേണ്ടത്, അന്ന് നമ്മൾ ദുഃഖിക്കുകയാണ് വേണ്ടത്. ഈ ആലപ്പുഴക്കടുത്തുള്ള തൃക്കുന്നിപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ മസ്ജിദ് തൗഹീദ് എന്ന് പറയുന്ന മുജാഹിദിന്റെ പള്ളിയിൽ നിന്നിറക്കിയ നോട്ടീസിൽ വരെ ഇത് പറഞ്ഞിട്ടുണ്ട്. ആലപ്പുഴത്തെ പ്രവർത്തകർക്ക് അതറിയാം, ആലപ്പുഴയുള്ള SKSF-ന്റെ പ്രവർത്തകർക്ക് അതറിയാം. അവരാ നോട്ടീസിനെ കുറിച്ച് വിശദമായി പറഞ്ഞു നടത്തിയിട്ടുണ്ട്. എന്താണ് ആ ചോദ്യം? റബീഉൽ അവ്വൽ 12-നാണ് റസൂൽ വഫാത്തായത് എന്നതിൽ തർക്കമില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? തർക്കമില്ലേ? നബി തങ്ങൾ വഫാത്തായത് റബീഉൽ അവ്വൽ 1-നാണെന്ന് അഭിപ്രായമുണ്ട്, റബീഉൽ അവ്വൽ 2-നാണെന്ന് അഭിപ്രായമുണ്ട്, റബീഉൽ അവ്വൽ 10-നാണെന്ന് അഭിപ്രായമുണ്ട്, റബീഉൽ അവ്വൽ 12-നാണെന്ന് അഭിപ്രായമുണ്ട്, റബീഉൽ അവ്വൽ 13-നാണെന്ന് അഭിപ്രായമുണ്ട്, റബീഉൽ അവ്വൽ 14-നാണെന്ന് അഭിപ്രായമുണ്ട്. അതോ അപ്പൊ ഇവര് നിങ്ങൾ പറഞ്ഞത് ശരിയാണോ? അടുത്തൊരു സംവാദത്തിൽ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണോ? അപ്പൊ അതിനാളെ മറുപടി എന്താ? മൗലവിന്റെ മറുപടി, അത് അടുത്തല്ല ഞങ്ങൾ തിരുത്തിക്കോളാം എന്നാ മറുപടി. അടുത്തൊല്ലം തിരുത്തിക്കോളാം. അടുത്തൊല്ലം തിരുത്തിയാൽ മതിയോ? 5-6 കൊല്ലമായിട്ട് എല്ലാ വർഷവും നിങ്ങൾ കേരളത്തിലുള്ള മുഴുവൻ വീടുകളിലേക്കും കൊടുക്കുവാൻ വേണ്ടി തയ്യാറാക്കുന്ന സർവ്വ നോട്ടീസുകളിലും ഈ പച്ച നുണ എഴുതി വിടുകയല്ലേ? നിങ്ങൾ അടുത്തൊല്ലം തിരുത്തിക്കോളാന്ന് പറഞ്ഞാൽ മതിയോ? അടുത്ത കൊല്ലം തിരുത്തുമ്പോഴത്തേക്ക് നിങ്ങൾ എത്ര ആളുകളെ തലപ്പിച്ചിട്ടുണ്ടാകും? നമ്മുടെ ചോദ്യത്തിന് മുമ്പിൽ മറുപടി പറയാനില്ലാതെ തളർന്നുപോയ മൗലവിമാർ പറഞ്ഞ മറുപടിയാണ്, ഞങ്ങൾ അടുത്ത കൊല്ലം തിരുത്തിക്കോളാം. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വലിയ ചോദ്യങ്ങൾ ഇങ്ങോട്ടിങ്ങനെ ചോദിക്കുന്നത് കേട്ടാ തോന്നും ആ ചോദ്യങ്ങൾക്കൊക്കെ വലിയ പ്രസക്തി ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഒരു പ്രസക്തിയുമില്ല. ഏതാനും ചില ചോദ്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഏതാണ് ആ ചോദ്യങ്ങൾ? ഇവിടെ വലിയൊരു ചോദ്യമുണ്ട്. ഫാത്തിഹ സൂറത്തുണ്ടല്ലോ. ഫാത്തിഹ സൂറത്തിലെ
ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് കഴിഞ്ഞാൽ അടുത്ത ദുആ എന്താണ്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ സിറാത്തിലേക്ക് ഞങ്ങളെ ഹിദായത്താക്കണേ അല്ലാഹ്. ഇതല്ലേ ഹിദായത്താക്കണേ, ഇങ്ങനെ ഹിദായത്താക്കണേ എന്നുള്ള അത് മുഹ്യിദ്ദീൻ ശൈഖിനോട് ചോദിക്കാൻ പറ്റുമോ? ചോദ്യം, അവരുടെ ചോദ്യം മനസ്സിലായോ? ഹിദായത്താക്കണേ എന്നുള്ള ആ ചോദ്യം മുഹ്യിദ്ദീൻ ശൈഖിനോട് ചോദിക്കാൻ പറ്റുമോ? അതിന് നമ്മളെ മറുപടി എന്താണ്? ഹിദായത്തിനെ സൃഷ്ടിക്കണേ എന്നാണ് അർത്ഥമെങ്കിൽ, അതാണ് ഉദ്ദേശ്യമെങ്കിൽ മുഹ്യിദ്ദീൻ ശൈഖിനോടെന്നല്ല, ലോകത്ത് ഒരാളോടും ചോദിക്കാൻ പറ്റൂല അല്ലാഹു അല്ലാതെ. എന്നാൽ ഹിദായത്തിന്റെ സബബാവണേ, ഹിദായത്തിന്റെ കാരണമാവണേ എന്ന അർത്ഥത്തിലാണെങ്കിൽ അത് മുഹ്യിദ്ദീൻ ശൈഖിനോട് ചോദിക്കാം, അത് ശിർക്കല്ല. അത് റസൂലുള്ളാഹിനോട് ചോദിക്കാം, അത് ശിർക്കല്ല. അത് മഹാന്മാരോട് ചോദിക്കാം, അത് ഉസ്താദുമാരോട് ചോദിക്കാം, അത് ശിർക്കല്ല. എന്തുകൊണ്ടല്ല? അത് ശിർക്കാണ് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ അല്ലാഹു തആല ശിർക്ക് പഠിപ്പിച്ചു എന്ന് വരും. സൂറത്തു സ്വാദിന്റെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ദാവൂദ് നബി അലൈഹിസ്സലാമിനെ സമീപിച്ച ഒരു പറ്റം ആളുകൾ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് ഹിദായത്ത് ചോദിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് എന്താ? അവർ ഒന്നുകൊണ്ട് ദാവൂദ് നബിയോട് പറയുകയാണ്, വഹ്ദിനാ ഇലാ സവാഇസ് സിറാത്ത്, മുസ്തഖീമായ മാർഗത്തിലേക്ക് ഞങ്ങളെ ഹിദായത്താക്കണേ ദാവൂദ് നബിയേ. നമ്മുടെ ചോദ്യം ഇത് ശിർക്കാണോ? നമ്മുടെ ചോദ്യം, ഈ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് ഹിദായത്ത് ചോദിച്ചത് ശിർക്കാണോ? തീർന്നില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ പിതാവിനോട് പറഞ്ഞത് എന്താണ്? ഫത്തബിഇനി, താങ്കൾ എന്നെ പിൻപറ്റണം, എന്നാൽ അഹ്ദിക, ഞാൻ താങ്കളെ ഹിദായത്താക്കും. എവിടേക്ക് ഹിദായത്താക്കും? സിറാത്തൻ സവിയ്യാ, മുസ്തഖീമായ മാർഗത്തിലേക്ക് ഹിദായത്താക്കും. സൂറത്ത് മറിയമിന്റെ 43-ാമത്തെ ആയത്തിൽ പറഞ്ഞു അല്ലേ? ആ ആയത്തിൽ പറഞ്ഞത് ശിർക്കാണോ? നമ്മളെ ചോദ്യം. അതേപോലെയുള്ള ചോദ്യങ്ങളുണ്ട്. അടുത്തൊരു ചോദ്യം ഏതാണ്? ഇവർ പറയും അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിആദത്ത് ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണെന്ന് ഇവർ പറയും. ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ കാവലിനെ സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിൽ അല്ലാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. അല്ലാഹുവിന്റെ കാവലിന് മഹാന്മാർ കാരണമാവുക എന്ന അർത്ഥത്തിൽ മഹാന്മാരോട് അത് ചോദിക്കാമോ? ഖുർആൻ പറയാണ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, റബ്ബിനോട് കാവൽ ചോദിക്കൂ എന്ന് നീ പറയുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സ്വഹാബി നബിയെ കണ്ടപ്പോൾ ഒരു സ്വഹാബി പറയാ, ആരാണ്? അബൂ മസ്ഊദുൽ ബദരി എന്ന ബദരീങ്ങളിൽപ്പെട്ട ഒരു സ്വഹാബി തന്റെ അടിമയെ അടിക്കുമ്പോൾ ഫജഅല യദ്രിബുഹു, ആ സ്വഹാബി ആ അടിമ ഇങ്ങനെ പറയാ, അഊദു ബില്ലാഹ്. ആ സമയത്ത് ആ അബൂ മസ്ഊദ് അടി നിർത്തിയില്ല. ഫഖാല അഊദു ബിറസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അടിയാണ് നിർത്തിയില്ല. ഇവിടെ വലിയൊരു സംശയം തീർന്നു. മുജാഹിദീങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്, എന്താണെന്നറിയോ, നിങ്ങൾക്ക് നിസ്കരിച്ചുമ്പോ വലിയ പേടിയൊന്നും കാണില്ലല്ലോ, മമ്പുറത്ത് ചെല്ലുമ്പോ ഭയങ്കര പേടിയാണല്ലോ, അപ്പൊ നിങ്ങൾക്ക് അള്ളാഹിനെക്കാട്ടിലും വലുതാണ് മമ്പുറന്തങ്ങൾ എന്നല്ലേ? അല്ല, അള്ളാഹിനേക്കാളും വലുതാണ് മമ്പുറന്തങ്ങൾ എന്നല്ല ഇതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ ഹദീസില് ഈ സ്വഹാബി അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞപ്പോ അബൂ മസ്ഊദുൽ ബദരി അടി നിർത്തിയില്ല. പക്ഷെ അഊദു ബി റസൂലില്ലാഹ് എന്ന് പറഞ്ഞപ്പോ എന്തായി? അടി നിർത്തി. അതിനർത്ഥം അള്ളാഹിനേക്കാളും വലുതാണ് റസൂലുള്ളാഹ്. എന്താണ് ഈ പറയുന്നത്? അതേപോലെ തന്നെ റസൂലുള്ളാഹ് ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ഒരു സ്വഹാബി വനിത വന്നുകൊണ്ട് പറയാണ്, നബിയെ, ഇന്നി നദർതു അൻ അളീബ ദുഫ അലൈക യാ റസൂലല്ലാഹ്, അങ്ങ് വിജയിച്ചു വരികയാണെങ്കിൽ ഞാൻ അങ്ങയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ദഫ് മുട്ടാൻ വേണ്ടി നേർച്ചയാക്കിയിട്ടുണ്ട് നബിയെ, വഅതഗന്ന, പാട്ടുപാടാനും നേർച്ചയാക്കിയിട്ടുണ്ട്. ആ സമയത്ത് റസൂൽ പറഞ്ഞു, ഔഫി ബി നദിരിക്കി, അങ്ങനെ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അത് മുട്ടിക്കോ, ദഫ് മുട്ടിക്കോ, പാട്ടും പാടിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പെണ്ണ് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നുകൊണ്ട് നല്ല ദഫ് മുട്ടാണ്, നല്ല പാട്ടും പാടാണ്. അപ്പോഴാണ് റസൂലുള്ളാഹിന്റെ മുന്നിലാണ്. അപ്പൊ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വന്നു, ആ പെണ്ണ് പാട്ടുപാടി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും വന്നു, അപ്പോഴും പാട്ട് തുടർന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നത്. അതിൽ ആ പെണ്ണുകൾ പേടിച്ചു എന്നാണ് പറഞ്ഞത്. ആ സ്ത്രീ ഭയപ്പെടുകയും
എന്ത് ചെയ്തു? തന്റെ ദഫ് അത് ചന്തിയുടെ അടിയിൽ വെച്ചുകൊണ്ട് അവിടെ ഇരുന്നു പോയി. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? റസൂലുള്ളാഹിനെക്കാളും വലിയ ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നാ? ആണോ? അല്ല, അത് അതിന്റേതായ ചില കാരണങ്ങളുണ്ട്. അതൊരിക്കലും റസൂലുള്ളാഹിനെക്കാളും വലിയ ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് വിചാരിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. എന്നതുപോലെ അള്ളാഹിനെക്കാളും വലിയ ആളാണ് മമ്പറന്നങ്ങള് എന്നിവിടെ ആരും പറയുന്നില്ല. ഇനിയും നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, യഹ്ദിന ഹിദായത്ത് തരണേ എന്നുള്ള ആ ഒരു സ്പെല്ലിംഗ് കൊണ്ട് ശിർക്കാകും എന്നാണെങ്കിൽ, അല്ലെ, ആ ഒരു വാക്കുപയോഗിച്ചാൽ ശിർക്കാകും, വാക്കുപയോഗിച്ചാൽ ശിർക്കാകും എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അടുത്ത ചോദ്യം എന്താ? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലില്ലേ, അല്ലാഹുമ്മ ത്വഹിർനീ മിനദ്ദുനൂബി വൽ ഖതായാ, അല്ലാഹുവേ തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ. ഇത് അല്ലാഹുവിനോടുള്ള ദുആയാണ്. എന്നാ അതേ സ്പെല്ലിങ്ങും അതേ വാക്കും ഉപയോഗിച്ചുകൊണ്ട് സ്വഹാബിമാർ റസൂലുള്ളാഹിനോട് പറയാണ്. ഉദാഹരണത്തിന് മാഇസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയാണ്, യാ റസൂലല്ലാഹ് ത്വഹിർനീ, അല്ലാഹുവിന്റെ റസൂലേ എന്നെ ശുദ്ധീകരിക്കണേ. അത് ശിർക്കാ? വാമിദിയ വംശത്തിൽപ്പെട്ട അസ്ദ് കബീലയിൽപ്പെട്ട ഒരു സഹാബി സ്ത്രീ വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട്, വ്യഭിചാരം നടത്തിയ സ്ത്രീ വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ത്വഹിർനീ, അല്ലാഹുവിന്റെ റസൂലേ എന്നെ ശുദ്ധീകരിക്കണേ. അത് ശിർക്കാ? അല്ലാഹുവിനോട് നടത്തുന്ന ആ ഖുർആനിലും ഹദീസിലും വന്ന ദുആകളിൽ ഉപയോഗിക്കപ്പെട്ട അതേ വാക്കുകൾ മഹാന്മാരോടോ റസൂലിനോടോ നടത്തുന്നത് ശിർക്കാണെങ്കിൽ ഇത് ശിർക്കാണോ? ചോദ്യം. ആ ചോദ്യത്തിന് മറുപടിയില്ല. പിന്നെ അവരുടെ വേറൊരു ഇതെന്താന്ന് വെച്ചാൽ, മങ്കൂസ് മൗലിദ് അല്ലാത്ത നമ്മളെ ഷറഫുൽ അനാ മൗലൂദില് വലിയൊരു തകരാറുണ്ട് അത്ര. എന്താ തകരാറ്? അബ്ദൂക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ വഫീറു. ബാക്കി എന്താണ്? ഫീക ഖാദ് അഹ്സൻതു മന്നി യാ ബശീറു യാ നദീറു യാ നബി അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹി അലൈക്കും. ഇവിടെ അബ്ദുക്കൽ മിസ്കീൻ, നബിയെ അങ്ങയുടെ സാധുവായ അടിമ, അതോടുകൂടി ശിർക്കായി, മുശ്രിക്കായി. എന്നാൽ തിരിച്ചൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മുശ്രിക്കാനിന് മുമ്പായിട്ട് ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നഊദു ബില്ലാഹ്, വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല, എങ്കിലും ചോദ്യത്തിന് വേണ്ടി ചോദിക്കട്ടെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മുശ്രിക്കാണോ? നമ്മളെ ചോദ്യത. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഭരണം ഏറ്റെടുത്തപ്പോൾ അവിടുന്ന് നടത്തിയ ഏറ്റവും പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അവിടുന്ന് പറഞ്ഞു, എന്താ പറയുന്നത്? വദാലിക അന്നീ കുന്തു മഅ റസൂലില്ലാഹ്, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെയായിരുന്നു. വകുന്തു അബ്ദഹു വഖാദിമഹു, എഴുതി വെക്കണം. വകുന്തു, ഞാനായിരുന്നു, അബ്ദഹു, റസൂലുള്ളാഹിന്റെ അബ്ദ്, അടിമയായിരുന്നു. വഖാദിമഹു, നബിയുടെ ഒരു ഖാദിമും ആയിരുന്നു ഞാൻ. വകാന കമാ ഖാല അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് അല്ലാഹ് പറഞ്ഞതുപോലെയായിരുന്നു. ബിൽ മുഅ്മിനീന റഊഫർ റഹീമ, മുഅ്മിനീങ്ങളെ കൊണ്ട് കൃപയും കാരുണ്യവുമുള്ള ആളായിരുന്നു. ഫലം അസൽ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ദാലിക, ഞാൻ നബിയോടൊപ്പം നബിയുടെ അടിമയും ഖാദിമുമായിട്ടായിരുന്നു റസൂലുള്ളാഹിന്റെ വഫാത്ത് വരെ ഉണ്ടായിരുന്നത്. ഹത്താ തവഫാഹുല്ലാഹ്, അല്ലാഹു റസൂലിനെ വഫാത്താക്കുന്നത് വരെ. വഹുവ ഗൈറു റാദ് വഹുവ അന്നീ റാദിൻ, നബി വഫാത്തായപ്പോൾ റസൂലുള്ളാഹിക്ക് എന്നോട് വല്ലാത്ത തൃപ്തിയായിരുന്നു. വൽഹംദുലില്ലാഹി അലാ ദാലിക കസീറ വഅന ബിഹി അസ്അദു. നല്ല അടിവരട്ട് മനസ്സിലാക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാ, ജാമിഉൽ അഹാദീസ് എന്ന സുയൂത്തി ഇമാമിന്റെ ഗ്രന്ഥത്തിൽ ഇത് ഉദ്ധരിച്ചതായിട്ട് കാണാൻ കഴിയും. മറ്റൊരുപാട് കിതാബുകളിലുണ്ട്. ഉദാഹരണത്തിന് വേണ്ടി ഞാൻ ഒരു കിതാബിന്റെ പേര് പറഞ്ഞത് മാത്രം. എന്താണ്? വഅന ബിഹി അസ്അദു, ഞാൻ റസൂലുള്ളാഹിയെ കൊണ്ടാണ് വിജയിക്കുന്നത്. ആരാ പറയണത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാരിയത്ത് സ്വലാത്ത് ശിർക്കാണോ? ശിർക്കന്നെ. അപ്പൊ മുജാഹിദുകൾ ആകെ ആശയക്കുഴപ്പത്തിലാ. ശിർക്കാണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാൻ വയ്യ, എന്നാ ശിർക്കല്ലേന്ന് ചോദിച്ചാൽ അല്ല എന്നും പറയാൻ വയ്യ. പിന്നെന്താണ് ഇപ്പൊ അവർ പറയുന്നത്? ഞാരിയത്ത് സ്വലാത്ത് ശിർക്ക് ആണല്ല.
എന്നാ പറയുന്നത്. ഏതുപോലെ ഒരാളോട് ചോറ് വേണോന്ന് ചോദിച്ചു. അപ്പൊ അയാൾക്ക് ചോറ് വേണമെന്നും പറയാൻ വയ്യ, എന്നാ ചോറ് വേണ്ടേ വേണ്ടെന്നും പറയാൻ വയ്യ. അപ്പൊ അയാൾ എന്ത് പറഞ്ഞു? എനിക്ക് ചോറ് വേണണ്ട എന്ന് പറഞ്ഞു. എന്നതുപോലെ നാരിയത്ത് സ്വലാത്ത് ശിർക്കാണോ? അല്ല. ആണെന്ന് പറയുന്നില്ല, അല്ല എന്ന് പറയുന്ന ആണല്ല എന്ന് പറയുന്ന ആളുകളോട് നിങ്ങൾ ഇതിന് പറഞ്ഞ കാരണം എന്താണ്? നബി മുഖാന്തിരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും, നബി മുഖാന്തിരം മഴ വർഷിക്കും, നബി മുഖാന്തിരം വിജയം കൈവരിക്കും. അങ്ങനെയുള്ള നബിയുടെ മേൽ സലാത്തും സലാമും വർഷിപ്പിക്കണമേ എന്നല്ലേ നാരിയത്ത് സലാത്തിലുള്ളത്. അത് അല്ലാഹുവിന്റെ വിശേഷണമാണ്, അത് റസൂലുള്ളാഹിക്ക് കൊടുക്കുകയാണ് ഇപ്പൊ സുന്നികൾ ചെയ്യുന്നത് എന്നാണ് അവരുടെ വാദം. എന്നാൽ അവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, അത് അല്ലാഹുവിന്റെ വിശേഷണമല്ല. നബി മുഖാന്തിരം കുരുക്കഴിയുക എന്നുള്ളത് അള്ളാഹിന്റെ വിശേഷണം അല്ല. അള്ളാഹുവിന്റെ വിശേഷണം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കലാണ്. അതിന് കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കാരണമാവുക എന്നുള്ളത് ഒരിക്കലും അള്ളാഹിന്റെ വിശേഷണമല്ല. ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞ ഈ വാക്ക് അടിവരട്ട് മനസ്സിലാക്കണം. വഅന ബിഹി അസ്അദു, ഞാൻ നബി മുഖാന്തിരം നബി കാരണത്താൽ ഞാൻ വിജയിക്കും, ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കും. ഇത് ശിർക്കാണോ? ഉമറുൽ ഖത്താബ് തങ്ങൾ ഈ പറഞ്ഞത് ശിർക്കാണോ എന്നാണ് നമ്മുടെ ചോദ്യം. ഇനിയും നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, നമ്മുടെ നാട്ടിലൊക്കെ റബീഉൽ ആഖിർ മാസം വന്നു കഴിഞ്ഞാൽ പിന്നെ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഫതുഹുർ റബ്ബാനി ഇങ്ങോട്ട് പൊന്തിച്ചു വരും. ഫതുഹുർ റബ്ബാനിയില് ഇമാം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു ഒരു പ്രസിദ്ധമായ കിതാബാണ് ഫതുഹുർ റബ്ബാനി, അൽ ഫതുഹുർ റബ്ബാനി വൽ ഫൈദുർ റഹ്മാനി എന്ന് പറയുന്ന ആ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിലുള്ള ചില വാചകങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് ഇവർ പറയും, മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സമസ്തക്കാർക്കെതിരാണ്, മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുഹ്യിദ്ദീന്മാർക്കെതിരാണ്, മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഫതുഹുർ റബ്ബാനിയും അതുപോലുള്ള കിതാബുകളും സമസ്തക്കെതിരാണ് എന്നിവർ പറയും. എന്നാൽ അവരോട് നമ്മൾക്ക് ചോദിക്കാനുള്ളത്, മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്കാണ്. എന്താണ് ആ വാക്ക്? മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഫതുഹുർ റബ്ബാനിയുടെ 176-ാമത്തെ പേജിൽ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? യാ ഗുലാം. ശരിക്കും മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, ഇത് അടിവരട്ട് മനസ്സിലാക്കണം. നമ്മളൊക്കെ ഓരോ കവലകളിലും വന്നിട്ട്, ഓരോ കവലയിലും വന്നിട്ട്, ഓരോ മഹലിലും വന്നിട്ട് ഇവർ ചോദിക്കുന്ന ചോദ്യം എന്താണ്? മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതുഹുർ റബ്ബാനിയിൽ പറഞ്ഞതും നിങ്ങളുടെ മുഹ്യിദ്ദീന്മാരെയും തമ്മിൽ എതിരാണ്, നിങ്ങളുടെ വാദം എതിരാണെന്നല്ലേ? എങ്കിൽ മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞിട്ടുണ്ട്, എന്റെ മുരീദാരും നരകത്തിൽ കടക്കില്ല. അങ്ങനെയൊന്നും മുഹ്യിദ്ദീൻ ശൈഖിന് പറയാൻ കഴിയൂലാണ് അപ്പൊ അവർ പറയുന്നത്. എന്നാൽ മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞത്? ഫതുഹുർ റബ്ബാനിയിൽ പറഞ്ഞിട്ടുണ്ട്. എത്രാമത്തെ പേജിലാണ്? 176-ാമത്തെ പേജിലാണ്. എന്താ പറഞ്ഞത്? യാ ഗുലാം, മകനെ, ഇദാ മിത്ത. മകനെ എന്ന് പറഞ്ഞാൽ മുരീദിനെ വിളിക്കുക. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു പൂർണ്ണ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ച മുരീദിനെ വിളിച്ചുകൊണ്ട് പറയാണ്, യാ ഗുലാം. അതെല്ലാവരും മനസ്സിലാക്കണം. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്താണ് ഇവിടെ പഠിപ്പിച്ചത് എന്ന് സമസ്തയുടെ ആശയത്തെ ചിലപ്പോൾ സംശയദൃഷ്ടിയോടുകൂടി ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർ വരെ മനസ്സിലാക്കണം. എന്താണ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? യാ ഗുലാം, ഓ മകനെ, ഇദാ മിത്ത, നീ മരിക്കുമ്പോൾ, തറാനി, നിനക്ക് എന്നെ കാണാൻ കഴിയും, വതഅരിഫുനി, നിനക്ക് എന്നെ അറിയാൻ കഴിയും, തറാനി, നീ എന്നെ കാണും, അൻ യമീനിക, നിന്റെ വലതുഭാഗത്തും, വശിമാനിക, നിന്റെ ഇടതുഭാഗത്തും, അഹ്മിലു, ഞാൻ നിന്റെ കാര്യം ഏറ്റെടുക്കും, വഅദ്ഫഉ അൻക, ഞാൻ നിന്നെ തൊട്ട് പ്രതിരോധം നടത്തും, നിന്നെ തൊട്ട് ഞാൻ തടുക്കും, വഅസ്അലു ഫീക, നിന്റെ കാര്യത്തിൽ ഞാൻ അല്ലാഹുവിനോട് ശുപാർശ ചെയ്യും. മരിക്കുന്ന സന്ദർഭത്തിൽ മുഹ്യിദ്ദീൻ ശൈഖ് അവിടെ വരുന്നു. മുഹ്യിദ്ദീൻ ശൈഖ് പറയാനേ ആരോട്? മുരീദിനോട്. അല്ലേ? അപ്പൊ നമ്മളെ മജ്ലിസുന്നൂറൊക്കെ ക്ലിയർ അല്ലേ? അല്ലേ? ഇബ്ലീസ് കൂസിനെ കാത്തിടും നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ പറയുമ്പോ ഇവര് പറയും ആഖിറത്തിന്റെ സംരക്ഷണം. ദുനിയാവിലൊക്കെ നമ്മളിപ്പോ പാരന്റ് ടീച്ചറൊക്കെ ആയിട്ട് നമ്മൾ ഒപ്പിടാനും ആപ്ലിക്കേഷൻ ഒപ്പിടാനൊക്കെ നമ്മൾ രക്ഷിതാവാകും. അതേസമയം ആഖിറത്തിൽ രക്ഷിതാവാൻ ഒരു നബിക്കും കഴിയൂല, ഒരു വലിയനും സാധ്യമല്ല. അങ്ങനെ വിശ്വസിക്കുന്നത് ശിർക്കാണ് പോലും. ശിർക്ക്, അത് ശിർക്കാണ് പോലും. ശിർക്ക് എന്താണുള്ളത് നേരത്തെ നമ്മുടെ സഹപ്രവർത്തകൻ ഇസ്തിഖാമയുടെ ജനറൽ കൺവീനർ ഗഫൂർ അൻവർ ഉസ്താദ് വളരെ വ്യക്തമായി പറഞ്ഞില്ലേ എന്താണ് ശിർക്ക് എന്നുള്ളത്. ഇവർ പറയാ ഇത് ശിർക്കാണത്രേ. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ ശിർക്ക് പഠിപ്പിച്ചത് ആരാന്നറിയോ? ഏറ്റവും വലിയ ശിർക്ക് പഠിപ്പിച്ചത് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് വരും. എന്തുകൊണ്ടാണെന്നറിയോ? മുഅ്തത്ത് യുദ്ധം നടക്കുകയാണ്. മുഅ്തത്ത് യുദ്ധത്തിൽ നബി തങ്ങൾ നിയോഗിച്ച പ്രഗത്ഭരായ സഹാബിമാർ വഫാത്താവുകയാണ്. ജഅഫർ ഇബ്നു അബി ത്വാലിബ് ഷഹീദായി, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഷഹീദായി, സയ്യിദ് ഇബ്നു ഹാരിസത്ത് റളിയല്ലാഹു അൻഹു ഷഹീദായി. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയം വരിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ നബിയുടെ പിതൃവ്യ സഹോദരനായ നബിയുടെ പിതൃവ്യ പുത്രനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വിധവയായ ഭാര്യ വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, എന്റെ മക്കൾ അനാഥരായല്ല നബിയേ, എന്റെ മക്കൾക്ക് ആര് ഇനി സംരക്ഷണം നൽകും നബിയേ? കണ്ടോ എന്തൊരു ചോദ്യാണത്. ആ ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. പ്രവാചകന്മാരുടെ പവറിൽ സംശയിക്കുന്ന വഹാബികളോ അവരോട് താല്പര്യം പുലർത്തുന്ന ആളുകളോ ഇതൊന്ന് മനസ്സിലാക്കണം. നിങ്ങളിതൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ ആ ഫാത്തിഹ സൂറത്തിലുള്ള ഇയ്യാക നസ്തഈൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറം അൽ ബഖറ സൂറത്തുണ്ട്, ആലി ഇമ്രാനുണ്ട്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കുണ്ട്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഉണ്ട്. ഇതൊന്നും നോക്കൂല. ഒരു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇത് മാത്രം പഠിച്ചു വന്നിക്കുക. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ഒരു അടിവരണം. ഈ ഹദീസ് ഇത് വാറോലി എന്ന് പറഞ്ഞ നടക്കൊന്നും വേണ്ട. ഇത് വാറോലിയല്ല, തെങ്ങോലിയല്ല, കൗങ്ങിന്റോലിയല്ല. ഇത് വളരെ പ്രബലമായ ഹദീസാണ്. എന്താ പറഞ്ഞറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അൽ ഐലത തഖാഫീന, പെണ്ണേ, നീ നിന്റെ മക്കളുടെ ദാരിദ്ര്യമാണോ ഭയപ്പെടുന്നത്? ഭയപ്പെടേണ്ട. വഅന വലിയുഹും ഫിദ്ദുനിയാ വൽ ആഖിറ. ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? വഅന വലിയുഹും ഫിദ്ദുനിയാ വൽ ആഖിറ. ഞാൻ നിന്റെ മക്കളുടെ ദുനിയാവിലെ രക്ഷിതാവാണ്, ആഖിറത്തിലെയും രക്ഷിതാവാണ്. ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താ ആഖിറത്തിൽ രക്ഷിതാവാകുക എന്ന് പറഞ്ഞാൽ ശിർക്കാവോ? അങ്ങനെ ശഫാഅത്തിലൂടെ ആളുകളെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരു പവർ നബിമാർക്ക് അല്ലാഹ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഔലിയാക്കൾക്ക് റബ്ബ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനത് ചോദ്യം ചെയ്യണം? നമ്മുടെ ചോദ്യം അതാണ്. ഞാൻ നിർത്തുകയാണ്. അബൂ ത്വാലിബ് മരിക്കുമ്പോൾ റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തു, ചൊല്ലിയില്ല. അതിനെപ്പറ്റി റസൂൽ പറയാ, വലൗലാ അന, ഞാനില്ലായിരുന്നുവെങ്കിൽ ലകാന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, അബൂ ത്വാലിബ് നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിലാകുമായിരുന്നു. ഞാനുണ്ടായതുകൊണ്ടാണ് അബൂ ത്വാലിബിന് നരകശിക്ഷയിൽ ഇളവ് ലഭിച്ചത് എന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സഹീഹുൽ ബുഖാരിയിൽ കാണാം. അപ്പൊ അബൂ ത്വാലിബിന് പോലും നരകത്തിൽ നിന്ന് ഇളവ് ലഭിക്കാൻ റസൂലുള്ളാഹ് രക്ഷകനായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചോദ്യം എന്താണെന്നറിയോ? പിന്നെ എങ്ങനെയാണ് മങ്കൂസ് മൗലിദ് ശിർക്കാകുക? മങ്കൂസ് മൗലിദിൽ എന്താ ഉള്ളത്? എന്താ മങ്കൂസ് മൗലിദിലുള്ളത്? യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. പടപ്പുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവർ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശിർക്കാകും? ഇതൊക്കെ ശിർക്കാണ്. ഇത് ശിർക്കാണ് ആരൊക്കെ പറയുന്നത്? ഇത് ശിർക്കാന്ന് പറയുന്നത് മുജാഹിദുകൾ മുൻപന്തിയിലാണ്, ജമാഅത്തുകാർ ഒട്ടും പിറകിലല്ല, തബ്ലീഗുകാരോ അവരെക്കാൾ ഒരു 2 അടി മുന്നിലാണ്. തബ്ലീഗുകാർ ഇപ്പൊ 2014 ഇപ്പൊ ഈ 2016 ഇറക്കിയ പുസ്തകം ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിലൊക്കെ അവർ പറയുന്നത് മുഹിയുദ്ദീൻ ഷിയാക്കളുടേതാണ്, ശിർക്കിന്റേതാണ് പറയുന്നത്. ഞാനതോടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തബ്ലീഗ് ജമാഅത്തിന്റെ 2014 അവരിറക്കിയ 600 ചില്ലാനം പേജുള്ള പുസ്തകം 2016 വരെ അവർ പ്രസിദ്ധീകരിച്ചവരുടെ മാസികയിൽ വരെ തബ്ലീഗ് ജമാഅത്തിന് എന്താ കുഴപ്പമെന്ന് ആലോചിക്കുന്ന എത്ര ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ നമ്മളെ ഇടയിലുണ്ട്, മേലും താഴേക്കായിട്ട്.
പക്ഷേ 2016 പോലും അവർ ഇറക്കിയതെന്താണ്? അതിലും അവര് പറയുന്നത് ശിർക്കും അത് ശിയായിസവുമാണെന്നാണ്. അതിനൊക്കെ മറുപടി പറയുന്നത് തബ്ലീഗിസം നവോത്ഥാനമല്ല എന്നുള്ള പുസ്തകം നന്ദി ദാറുസ്സലാം അറബി കോളേജ് പ്രസിദ്ധീകരിച്ചൊരു പുസ്തകം. അതിവിടെ നമ്മുടെ സ്റ്റാളിൽ വിൽപ്പന നടത്തുന്ന വിവരം അവര് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പ്രത്യേകം ചുമതലപ്പെടുത്തിയിരുന്നു. പോകുന്ന ആളുകളൊക്കെ തബ്ലീഗിസം നവോത്ഥാനമല്ല എന്ന പുസ്തകം അനിവാര്യമായി വാങ്ങുകയാണെങ്കിൽ, അത് വായിക്കുകയാണെങ്കിൽ തബ്ലീഗുമായി ബന്ധപ്പെട്ട നിരവധി പഠനങ്ങൾ, നിരവധി ചോദ്യങ്ങൾ നമുക്ക് തെളിഞ്ഞു വരും. അല്ലാഹു തആല സത്യം മനസ്സിലാക്കാനും അസത്യവാദ്യങ്ങളെ അവരെ ചെറുത്തു തോൽപ്പിക്കാനും ആശയപരമായി അവരെ ചെറുത്തു തോൽപ്പിക്കാനും ചോദ്യങ്ങളെ കൊണ്ട് അവരെ നേരിടാനും അവരെ ഉത്തരം മുട്ടിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.